മുണ്ടക്കൈ ചൂരൽമല മേഖലകളിൽ ഉരുൾപൊട്ടലിൽ കാണാതായവർക്കായി ഇന്ന് വിപുലമായ തെരച്ചിൽ. 6 മേഖലകളിലായി തിരഞ്ഞുള്ള തെരച്ചിലിൽ കോസ്റ്റ് ഗാർഡ്, ഫോറസ്റ്റ്, നേവി ടീമുകൾക്കൊപ്പം പോലീസും സന്നദ്ധ പ്രവർത്തകരും പങ്കെടുക്കും. തമിഴ്നാട്ടിൽ നിന്ന് 4 ഡോഗ് സ്ക്വാഡുകളും ഡൽഹിയിൽ നിന്ന് ഡ്രോൺ റഡാറുകളും ഇന്നെത്തും. രക്ഷാദൌത്യത്തിന് ആശങ്ക സൃഷ്ടിച്ച ചൂരൽമലയിൽ കനത്ത മഴ പെയ്യുന്നുണ്ട്. കെ പ്രശാന്ത്, ഹരീഷ്, വിക്ടർ ജോസഫ് എന്നിവർ ചേരുകയാണ്. ആദ്യം പ്രശാന്തിലേക്ക് പോവുകയാണ്. പ്രശാന്ത്, നമുക്കറിയാം ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ 40 അംഗ ടീമായി തിരിഞ്ഞുള്ള പരിശോധനയാണ് ഇന്നത്തെ പ്രധാന ഒരു ദൗത്യം എന്ന് പറയുന്നത്. ഏതൊക്കെ ഭാഗങ്ങളിലായിരിക്കും ഇന്ന് ഈ ഒരു സംഘം തെരച്ചിൽ നടത്തുക? ഷീജ, ഇപ്പോൾ സന്നദ്ധ പ്രവർത്തകരെ ഒപ്പം തന്നെ ഈ രക്ഷാപ്രവർത്തനത്തിലുള്ളവരെ മാത്രമാണ് ഇപ്പോൾ ഈ വേലിപ്പാലം നിർമ്മിച്ചതാണ് അതിലൂടെ കയറ്റി വിടുന്നുള്ളൂ. നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത് 6 സോണുകളായുള്ള തിരച്ചിലാണ് തീരുമാനിച്ചിട്ടുള്ളത്. അട്ടമലയും ആറന്മലയും ചേർന്നുള്ളതാണ് ആദ്യത്തെ സോൺ. മുണ്ടക്കൈ 2ാമത്തെ സോണും, കുഞ്ചിരിമട്ടം 3ാമത്തെ സോണും, വെള്ളാർമല വില്ലേജ് റോഡ് 4ാമത്തെയും, GBHS വെള്ളാർമല 5ാമത്തെ സോണും, പുഴയുടെ അടിവാരം 6ാമത്തെ സോണുമായി തിരിഞ്ഞുകൊണ്ടുള്ള വലിയ രീതിയിലുള്ള തെരച്ചിലിനാണ് ഇന്നിപ്പോൾ തുടക്കം കുറിക്കുന്നത്. പട്ടാളം, അതുപോലെ തന്നെ NDRFന്റെയും DSP അടക്കമുള്ള നേവി അടക്കമുള്ള സംവിധാനങ്ങൾ എല്ലാം തന്നെ കേന്ദ്ര സംസ്ഥാന സേനകളെല്ലാം തന്നെ സംയുക്തമായി തന്നെയാണ് തിരച്ചിലുകൾ മുന്നോട്ട് പോകുന്നത്. ഒപ്പം തന്നെ ചാലിയാർ കേന്ദ്രീകരിച്ച് ഒരേ സമയം 3 രീതിയിലുള്ള തിരച്ചിലുകൾ കൂടി നേതൃത്വം നൽകുന്നുണ്ട്. അതായത് 40 കിലോമീറ്റർ, ചാലിയാറിന് 40 കിലോമീറ്ററിൽ വരുന്ന 8 പോലീസ് സ്റ്റേഷനുകളുടെ പുഴ ഭാഗത്താണ് ഇത്തരത്തിൽ പരിശോധനകൾ നടത്തുന്നത്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള തിരച്ചിലേക്ക് തന്നെയാണ് പോകുന്നത്. 25 ആംബുലൻസുകൾ ഈ ഒരേ സമയം വേലിപ്പാലത്തിലൂടെ കടത്തിവിട്ട് അപ്പുറത്ത് ഈ മറുകരയിൽ എത്തിച്ച് രക്ഷാപ്രവർത്തനത്തിന് വേഗത പകരുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ സൈന്യവും മുഖ്യമന്ത്രിയും എല്ലാം തന്നെ ഈ ഘട്ടത്തിൽ ഇതിൽ കൂടുതൽ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നില്ല എന്നൊരു സാഹചര്യം പറയുന്ന ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിൽ ഇനി അതായത് ജീവനോടെ ഉണ്ടാകില്ല എന്നൊരു സൂചന മുന്നോട്ട് വെച്ചിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ ഇനിയിപ്പോൾ ഈ അപകടത്തിൽപ്പെട്ട മുഴുവൻ, അതായത് എത്രത്തോളം ആളുകളെ കാണാതായിട്ടുണ്ട്, ആ കാണാതായ ആളുകളെ എല്ലാം തന്നെ തിരികെ കണ്ടെത്തുക എന്നുള്ളത് മാത്രമായിരിക്കും. അതായത് ജീവനോടെ ആരെയും തിരികെ കിട്ടുക എന്നുള്ളത് നമുക്ക് ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കാൻ പറ്റില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട സങ്കടകരമായ കാര്യം തന്നെയാണ്. ആ അവസ്ഥയിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഏതായാലും ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങൾ തന്നെ കാണാം. വേലിപ്പാലം സജ്ജമായിരിക്കുന്നു. ആ പാലത്തിലൂടെയാണ് ഇനിയിപ്പോൾ ആളുകളെ രക്ഷാപ്രവർത്തകരെല്ലാം തന്നെ കയറ്റിവിടുന്നത്. വിവരങ്ങളുമായി വിക്ടറിലേക്ക് നമ്മൾ പോവുകയാണ്. വിക്ടർ, ഈ ബേലി പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയായിരിക്കുന്നു. അതുവഴി ഈ JCB അടക്കമുള്ള മണ്ണുമാന്തി യന്ത്രങ്ങളൊക്കെ കടത്തിവിടുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു രക്ഷാദൗത്യം നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ പറയാൻ സാധിക്കില്ല. പ്രശാന്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇനി ജീവനോടുകൂടി അവിടെ നിന്ന് ആരെയും രക്ഷപ്പെടുത്തിയെടുക്കാൻ നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ സാധിക്കില്ല എന്ന് ഏറെക്കുറെ സൈന്യം ഉറപ്പിച്ച് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ ഉറ്റവരെ ഇനിയും കണ്ടെത്താനുള്ള, അവരെ കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അത്തരത്തിൽ മണ്ണിനടിയിൽ ഇനിയും ഏതെങ്കിലും മൃതദേഹങ്ങൾ അകപ്പെട്ട് കിടപ്പുണ്ടെങ്കിൽ അവരെ എടുക്കുക, മൃതദേഹങ്ങൾ പുറത്തെടുക്കുക എന്നുള്ളൊരു വലിയൊരു ദൗത്യം തന്നെയാണ് ഇപ്പോൾ സൈന്യത്തിന് മുന്നിലുള്ളത്. അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഇന്ന് നടക്കുന്നത്. ഇപ്പോൾ ബെയിലി പാലം തുറന്നതോടുകൂടി അത് കൂടുതൽ കാര്യക്ഷമമായി അവിടെ നടക്കുന്നുണ്ടോ? ശ്രീജ, തീർച്ചയായിട്ടും വേലിപ്പാലം തുറന്നോട് കൂടിയിട്ട് രക്ഷാപ്രവർത്തനം കൂടുതൽ ഊർജ്ജസ്വലമായി തന്നെ നടക്കുന്നുണ്ട്. ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, കൂടുതൽ മണ്ണുമാന്തി യന്ത്രങ്ങൾ ഇപ്പോൾ മടിക്കൈ ഭാഗത്തേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, ഞാനിപ്പോൾ നിൽക്കുന്നത് പോലീസ് ഇവിടെ വാഹനങ്ങൾ തടഞ്ഞിടുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് വേലിപ്പാലത്തിൻ്റെ അടുത്തേക്ക് പോകാൻ ഇവിടുന്ന് 2 കിലോമീറ്റർ കൂടി ഉണ്ട്. പക്ഷേ നിരവധി എസ്കലേറ്ററുകളും അതോടൊപ്പം തന്നെ JCBകളും ഹിറ്റാച്ചികളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയും പരമാവധി മണ്ണുമാന്തി യന്ത്രങ്ങൾ കൊണ്ടുവന്ന് രക്ഷാപ്രവർത്തനം ത്വരിതപ്പെടുത്തുക എന്നുള്ളതാണ്. കാരണം അപകടം നടന്നിട്ട് ഇന്ന് 4ാമത്തെ ദിവസമാണ്. ഈ 4 ദിവസങ്ങൾ എന്ന് പറയുന്നത് അത്ര ചെറിയ കാലയളവല്ല. അപ്പോൾ മണ്ണിനടിയിൽ പുതഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അവർ ജീവനോടെ ഉണ്ടാവില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ കാണാതെ പോയവരുടെ എണ്ണം 200ന്റെ മേലെയാണ്. ഇവർ ജീവനോടെ കിട്ടിയില്ലെങ്കിൽ ആ മൃതശരീരമെങ്കിലും കിട്ടണം എന്നുള്ള ഒരു ലക്ഷ്യമാണ്, ഒരാഗ്രഹമാണ് ഈ ക്യാമ്പുകളിലുള്ളവർക്കുള്ളത്, അല്ലെങ്കിൽ ഈ കാണാതെ പോയവരുടെ ബന്ധുക്കൾക്കുള്ളത്. അതിനു വേണ്ടിയിട്ടുള്ള ഊർജ്ജസ്വലമായ തിരച്ചിലാണ് ഇന്ന് രക്ഷാസൈന്യം നടത്തുന്നത്. മടക്കൈ ഭാഗത്ത് നമുക്കറിയാം ഒരു ഗ്രാമം തന്നെ ഒന്നാകെ ഒലിച്ചു പോയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിരവധി കെട്ടിടങ്ങൾക്കുള്ളിൽ ആളുകൾ കുടുങ്ങിക്കിടപ്പുണ്ട് എന്നുള്ള കാര്യം ഏകദേശം ഉറപ്പായിട്ടുണ്ട്. കുറച്ച് പേർ ഒഴുകിപ്പോയിട്ടുണ്ട്, നമുക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. കാരണം നിരവധി മൃതദേഹങ്ങൾ നിലമ്പൂർ ഭാഗത്തു നിന്നടക്കം കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ അതല്ലാത്തവർ, പ്രത്യേകിച്ച് പ്രായമായിട്ടുള്ളവർ, പിഞ്ചു കുഞ്ഞുങ്ങൾ, 29 കുട്ടികളെയാണ് ഇനിയും കണ്ടെത്താനുള്ളത്. ഇവർ എവിടെ പോയെന്ന് യാതൊരുവിധ
കണക്കുമില്ല സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന്. മാത്രമല്ല ഇവിടെ ടൂറിസ്റ്റുകളായി വിനോദസഞ്ചാരികളായി എത്തിയത് തോട്ടം മേഖലയാണ്. വിനോദസഞ്ചാരികളായി എത്തിയ പലരും പല റിസോർട്ടുകളിലും ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള സഞ്ചാരികളെ കാണാനില്ല. ഈ കാര്യത്തിലും കൃത്യമായ കണക്ക് സർക്കാരിൻ്റെ കയ്യിലില്ല. അതുകൊണ്ട് കാണാതായവരുടെ കണക്ക് കൃത്യമായിട്ട് ഇന്നും നാളെയുമായി ക്രോഡീകരിച്ച് വരികയുള്ളൂ എന്ന് നമുക്ക് എടുത്തു പറയേണ്ടി വരും. എന്തായാലും പ്രവർത്തനം ഊർജ്ജസ്വലമായി നടക്കുന്നു. ബെയിലിപ്പാലം തുറന്നത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. നേരത്തെ ആംബുലൻസിൽ അല്ലെങ്കിൽ സാധാ ജീപ്പിൽ മൃതദേഹങ്ങൾ മടിക്കൈ ഭാഗത്തു നിന്ന് ഈ റോഡിലൂടെ കൊണ്ടുവന്ന് തുടർന്ന് അവിടുന്ന് റേപ്പിൽ കെട്ടിയാണ് ഇക്കരെ എത്തിച്ചുകൊണ്ടിരുന്നത്, ചൂരൽമലയിൽ എത്തിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആംബുലൻസിന് നേരിട്ട് തന്നെ മടക്കൈ ഭാഗത്തേക്ക് പോകാനും വളരെ മാന്യമായ രീതിയിൽ തന്നെ ഇനി മൃതദേഹങ്ങൾ കിട്ടുവാണെങ്കിൽ അത് മാന്യമായ രീതിയിൽ തന്നെ അത് ആശുപത്രിയിൽ എത്തിക്കാനും സാധിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഡോഗ് സ്ക്വാഡിൻ്റെ ഒരു പ്രാധാന്യമാണ്. ഇതുവരെ ഏതാണ്ട് 15ഓളം മൃതദേഹങ്ങളാണ് ഈ ഡോഗ് സ്ക്വാഡിലെ ഗുണം കൊണ്ട് അല്ലെങ്കിൽ അവരുടെ പ്രവൃത്തി കൊണ്ട് കണ്ടെത്താനായിട്ടുള്ളത്. ഇത് സൈനികർക്ക് ഏറെ സുരക്ഷിതമായിട്ടുള്ള അല്ലെങ്കിൽ ഏറെ സഹായകരമായിട്ടുള്ള ഒരു കാര്യമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, എല്ലാവരും മടിക്കൈ ഭാഗത്ത് മാത്രമല്ല തെരച്ചിൽ നടത്തുന്നത് എന്നുള്ളതാണ്. ചൂരൽമലയിൽ 2-3 മീറ്റർ ഹൈറ്റിൽ ഉയരത്തിൽ മണ്ണ് മൂടിക്കിടപ്പുണ്ട് പുഴയുടെ തീരത്ത്, പ്രത്യേകിച്ച് സ്കൂളിൻ്റെ ഭാഗത്ത്, സ്കൂളിൻ്റെ പുറം സൈഡിലൊക്കെ. ഇവിടെയും തിരച്ചിൽ നടത്തേണ്ടത് അത്യന്താപേക്ഷിതമാണ്. നമുക്കറിയാം ചൂരൽമലയിൽ ഈ മണ്ണ് മൂടിക്കിടക്കുന്ന സ്ഥലത്തേക്ക് പോകുന്ന വഴി അത് വലിയ മണ്ണുമാന്തി യന്ത്രങ്ങൾ പോയപ്പോൾ റോഡിൻ്റെ ഒരു സൈഡ് ഇടിഞ്ഞു പോയിട്ടുണ്ട്. അതുകൊണ്ട് അതും ചെറിയ രീതിയിലുള്ള ദുഷ്കരമായ ഒരു പ്രവൃത്തി തന്നെയാണ്. എന്തായാലും 2-3 സ്ഥലങ്ങളിലായിട്ട് പ്രത്യേകം ടീമുകളെ നിയോഗിച്ചുകൊണ്ടാണ് ഇന്ന് തിരച്ചിൽ തുടരുക. വിക്ടർ ഇപ്പോൾ എവിടെയാണുള്ളത്? വിക്ടർ സൂചിപ്പിച്ചു അങ്ങോട്ടേക്ക് വാഹനങ്ങൾ കടത്തിവിടുന്നുണ്ടായിരുന്നില്ല, തടഞ്ഞു എന്ന്. നേരത്തെ വിളിച്ചപ്പോൾ പ്രശാന്തും ഹരീഷും അടക്കം ഇക്കാര്യം സൂചിപ്പിച്ചിരുന്നു. അങ്ങനെയാണെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് പല വാഹനങ്ങളും അവിടെ തടയുന്നു. അതായത് രക്ഷാപ്രവർത്തനം സുഗമമാക്കാൻ ഇത്തരത്തിൽ വാഹനങ്ങൾ കൂടുതലായി ആ ഭാഗങ്ങളിൽ തടയുന്നു എന്ന് വേണ്ടേ മനസ്സിലാക്കാൻ? ശ്രീജ, തീർച്ചയായിട്ടും ഞാനിപ്പോൾ ചൂരൽമലയിലേക്ക് പോകുന്നു. ഇവിടുന്ന് ഒരു 1.5 കിലോമീറ്റർ അപ്പുറയാണ് ഈ ബെയിലിപ്പാലമൊക്കെ നിർമ്മിച്ചിരിക്കുന്നത്. എല്ലാ വാഹനങ്ങളും, പ്രത്യേകിച്ച് പോലീസിൻ്റെയും അതോടൊപ്പം തന്നെ അത്യാവശ്യ വാഹനങ്ങൾ, ഭക്ഷണം കൊണ്ട് കൊടുക്കുന്ന വാഹനങ്ങൾ അല്ലെങ്കിൽ രക്ഷാപ്രവർത്തനത്തിന് പോകുന്നവരുടെ വാഹനങ്ങൾ എന്നിവ മാത്രമാണ് ഇവിടുന്ന് കടത്തിവിടുന്നത്. ബാക്കി എല്ലാ വാഹനങ്ങളും ഇവിടെ തന്നെ തടഞ്ഞിടുകയാണ്. കാരണം ഇത്രയും ദിവസം മണ്ണിനടിയിൽ കടന്നതാണ് മൃതദേഹങ്ങൾ. അത് വരുമ്പോൾ സുഗമമായി യാതൊരുവിധ തടസ്സവും കൂടാതെ എത്രയും പെട്ടെന്ന് അത് ആശുപത്രിയിൽ എത്തിക്കുക എന്ന ലക്ഷ്യമാണുള്ളത്. മാത്രമല്ല കൂടുതൽ വാഹനങ്ങൾ അങ്ങോട്ട് കയറി ചെന്നാൽ അല്ലെങ്കിൽ ജനങ്ങളെ അങ്ങോട്ടേക്ക് കടത്തിവിട്ടാൽ, പൊതുജനങ്ങളെ കടത്തിവിട്ടാൽ അത് രക്ഷാപ്രവർത്തനത്തിന് വലിയ വിഘാതം സൃഷ്ടിക്കും. ആദ്യത്തെ 2 ദിവസം അത് നമ്മൾ നേരിട്ട് കണ്ടതാണ്, നേരിട്ട് അനുഭവിച്ചതാണ്. നിരവധി മാധ്യമപ്രവർത്തകരുണ്ട്. മാധ്യമപ്രവർത്തകർക്ക് നടന്നു പോകുന്നതിൽ കുഴപ്പമില്ല. പക്ഷേ ഈ സ്ഥലം കാണാൻ വേണ്ടിയിട്ട്, ഉരുൾപൊട്ടിയ പ്രദേശങ്ങൾ കാണാൻ വേണ്ടിയിട്ട് നിരവധി ആളുകൾ വരുന്നുണ്ട്. അവരെ കടത്തി വിടണ്ട എന്നുള്ളതാണ് തീരുമാനം. അതിന് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടിയുണ്ട്. ആയിരക്കണക്കിന് ആളുകൾ ഇവിടെ രക്ഷാപ്രവർത്തനത്തിനായി എത്തിയിട്ടുണ്ട്. സന്നദ്ധ പ്രവർത്തകരുണ്ട്, പോലീസുണ്ട്. ഇവരൊക്കെ മറ്റ് പല സ്ഥലങ്ങളിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്നവരാണ്. ഇപ്പോൾ മലിനജലമാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്, മലിനജലമാണ് ഒഴുകി വന്നുകൊണ്ടിരിക്കുന്നത് ഈ പുഴയിലൂടെ. അതുകൊണ്ട് തന്നെ പകർച്ചവ്യാധി പടർന്നു പിടിക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മാധ്യമപ്രവർത്തകർക്ക് എല്ലാവർക്കും തന്നെ ഇവിടുന്ന് സർക്കാർ ഈ എലിപ്പനി തുടങ്ങിയ പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കാതിരിക്കാനുള്ള മുൻകരുതൽ, പ്രതിരോധ മരുന്ന് നൽകുന്നുണ്ട്. അത്തരത്തിലുള്ളൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. കാരണം നിരവധി മൃഗങ്ങൾ ചത്ത് ഈ പല സ്ഥലത്തും, പ്രത്യേകിച്ച് പുഴയുടെ ഈണ്ടിക്കൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ കാട്ടുമൃഗങ്ങളടക്കം ഇതുപോലെ ഒഴുകി വന്ന് ചത്തടിഞ്ഞിട്ടുണ്ട് ഈ ചൂരൽമലയുടെ തൊട്ട് മുകളിലായിട്ട്. അതുകൊണ്ട് ഈ വെള്ളത്തിലൂടെയാണ് നമ്മൾ സ്ഥിരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയൊക്കെ ചെയ്യുക. ഇത് പകർച്ചവ്യാധിക്ക് കാരണമാകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നത്. അതും കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ പൊതുജനങ്ങളെ അങ്ങോട്ടേക്ക് പരമാവധി കടത്തിവിടാതിരിക്കുകയും അത്യാവശ്യ സർവീസുകൾ, അവശ്യ സർവീസുകൾ, പ്രത്യേകിച്ച് രക്ഷാപ്രവർത്തനം നടത്തുന്നവരുടെ വാഹനങ്ങൾ
മാത്രം കടത്തിവിടുകയും മാധ്യമപ്രവർത്തകർക്ക് അകത്തേക്ക് പോകാനുള്ള അനുവാദം നൽകുകയും ചെയ്യുന്നത്. ശ്രീജ, മുണ്ടക്കൈ ചൂരൽമല മേഖലകളിൽ ഉരുൾപൊട്ടലിൽ കാണാതായവർക്കായി ഇന്ന് വിപുലമായ തെരച്ചിൽ തന്നെയാണ് നടക്കുന്നത്. 6 മേഖലകളായി തെരഞ്ഞുള്ള തെരച്ചിലിൽ കോസ്റ്റ് ഗാർഡ്, ഫോറസ്റ്റ്, നേവി ടീമുകൾക്കൊപ്പം പോലീസും സന്നദ്ധ പ്രവർത്തകരും ഒക്കെ പങ്കെടുക്കും. വിവരങ്ങളുമായി കെ പ്രശാന്ത് വീണ്ടും ചേരുകയാണ്. പ്രശാന്ത്, നമ്മളിപ്പോൾ സൂചിപ്പിച്ചതുപോലെ ബെയിലി പാലം തുറന്നു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ കൂടുതൽ മണ്ണുമാന്തി യന്ത്രങ്ങൾ അങ്ങോട്ടേക്ക് എത്തിക്കാൻ സാധിക്കുന്നു. ഒപ്പം തന്നെ ഈ പറഞ്ഞ പോലെ 4 സംഘങ്ങളായി തിരിഞ്ഞ് 6 മേഖലകളിൽ തെരച്ചിൽ നടത്തുന്നു. തമിഴ്നാട്ടിൽ നിന്ന് 4 ഡോഗ് സ്ക്വാഡുകൾ എത്തുന്നു. അത് നിലവിലുള്ള ഡോഗ് സ്ക്വാഡുകൾക്ക് പുറമെയാണ്. ഒപ്പം തന്നെ ഡൽഹിയിൽ നിന്ന് ഡ്രോൺ റഡാറുകളും ഒക്കെ എത്തിക്കുന്നു. അങ്ങനെ ഇന്നത്തെ ഒരു തിരച്ചിൽ വളരെ വിപുലമായി തന്നെയാണ് ആരംഭിച്ചിരിക്കുന്നത് എന്ന് പറയണ്ടേ? ശ്രീജ, ഇപ്പോൾ ബെയിലി പാലത്തിന് മുകളിലൂടെ മാധ്യമപ്രവർത്തകരെ ഉള്ളിലേക്ക് കയറ്റിവിട്ട് തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ 2 പേരെ മാത്രം, അതായത് ഒരു ചാനലിൻ്റെ ഭാഗത്ത് 2 പേരെ മാത്രം എന്ന നിലയിലാണ്. കാരണം അധികം ആളുകളെ ഈ സ്ഥലത്തേക്ക് കടത്തിവിടാനാകില്ല എന്നൊരു നിലപാടാണ് ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ സ്വീകരിക്കുന്നത്. പ്രത്യേകിച്ച് സുരക്ഷാ പ്രശ്നങ്ങളുണ്ട്, ഇനിയും ഉരുൾപൊട്ടലുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ആർമിയുടെ ഭാഗത്ത് നിന്ന് അറിയുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ക്രമീകരണം അത്തരത്തിൽ നടത്തുന്നുണ്ട്. ഏതായാലും നിലവിലെ സാഹചര്യത്തിൽ, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇത്തരത്തിലൊരു ക്രമീകരണം മാത്രമാണ് ഇപ്പോൾ നടക്കുന്നത്. ശ്രീജ, നമുക്കിപ്പോൾ അകത്തേക്ക് കടക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഒരുക്കുകയാണ് ഇവർ. കാരണം അധികം മാധ്യമപ്രവർത്തകർ അകത്തേക്ക് കടക്കാനുള്ള 2 പേരെ മാത്രമാണ്. 2 പേരെ മാത്രം പരിശോധനയ്ക്ക് ശേഷം അകത്തേക്ക് കടക്കാം എന്നുള്ളതാണ് അതിൽ പ്രധാനപ്പെട്ട കാര്യം. ഈ പോകുന്ന ആളുകളുടെ പേരും മറ്റ് സംവിധാനങ്ങളും എല്ലാം തന്നെ എഴുതിയ ശേഷം മാത്രമാണ് ഇവരെ കടത്തിവിടുന്നത്. കാരണം ഇനിയും ഇത്തരം സമാനമായ സാഹചര്യം ഉണ്ടാകും എന്നും തന്നെയാണ് ഇപ്പോഴും സംഘം വ്യക്തമാക്കുന്ന. ആ ഒരു പശ്ചാത്തലത്തിൽ നിലവിലെ സാഹചര്യത്തിൽ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് കാര്യം ഇങ്ങനെ പറയുന്നത്. ഏതായാലും നിലവിലെ സാഹചര്യത്തിൽ ഇത്തരത്തിൽ രക്ഷാപ്രവർത്തനം ശക്തം. ഇപ്പോൾ നമുക്ക് ഇപ്പുറത്തേക്ക്, അതായത് ബെയിലി പാലം വഴി നമുക്ക് നടന്ന് ഇപ്പുറത്തേക്ക് എത്താൻ കഴിയുന്ന ഒരു സാഹചര്യം നമുക്ക് ദൃശ്യങ്ങൾ തന്നെ കാണാൻ പറ്റും. എവിടെ നിന്നൊക്കെയാണ് ഈ മലവെള്ളപ്പാച്ചിൽ എത്തിയത്, ഉരുൾപൊട്ടൽ എത്തിയതെന്ന് നമുക്ക് കൃത്യമായി തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. സ്വാഭാവികമായി നമുക്ക് ആ ദൃശ്യങ്ങളിൽ ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ പകർത്തുന്ന ബിനുവും അതുപോലെ തന്നെ വിഷ്ണുവുമാണ്. ഇവരുടെ ദൃശ്യങ്ങൾ തന്നെ കൃത്യമായി കാണാൻ പറ്റും. എത്രത്തോളം വലിയ പാറക്കല്ലുകൾ തന്നെയാണ് ഈ മലമുകളിൽ നിന്ന് ഈ വെള്ളം ഒലിച്ചു വരുന്ന ഒപ്പം തന്നെ താഴേക്ക് പതിച്ചെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇനി ഇവിടുന്ന് വളരെ ദൂരം നടന്നെങ്കിൽ മാത്രമാണ് നമുക്ക് എത്താൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ നമ്മുടെ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ പല സ്ഥലങ്ങളിൽ, അതായത് 6 സോണുകളായി തിരിഞ്ഞുകൊണ്ടുള്ള രക്ഷാപ്രവർത്തനം അല്ലെങ്കിൽ ഈ തിരച്ചിലാണ് ഇനി മുന്നോട്ട് പോവുക. ഒപ്പം തന്നെ മറ്റ് സംവിധാനങ്ങൾ, ഡ്രോൺ അടക്കം, ഒപ്പം തന്നെ മൃതദേഹത്തിന്റെ സാന്നിധ്യം മണ്ണിനടിയിലുണ്ടെങ്കിൽ അത് കണ്ടെത്തുന്നതിന് ആവശ്യമായ അത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പരിശോധനയായിരിക്കും ഉണ്ടാകുക. ആർമിയുടെ അത്തരം സംവിധാനങ്ങളെല്ലാം തന്നെ എത്തുന്നുണ്ട്. ഒപ്പം തന്നെ നേരത്തെ നമ്മൾ കണ്ടതാണ് കെടാവർ നായകൾ കൂടുതൽ ഉണ്ടായിരുന്നു. അതിന് ഇന്നും കൂടുതൽ കെടാവർ നായകളെ എത്തിച്ചുകൊണ്ടുള്ള നീക്കമുണ്ടാകും. അത്തരത്തിൽ വളരെ ശക്തമായ തരത്തിൽ തന്നെയായിരിക്കും ഈ ഘട്ടത്തിൽ മുന്നോട്ട് പോകുക. ഇപ്പോൾ നമുക്കൊപ്പം ഹരീഷ് ഉണ്ടായിരുന്നു. പക്ഷേ നമുക്കിപ്പോ ഈ ആർമി ഉദ്യോഗസ്ഥർ തന്നെ പറഞ്ഞത് അത്രയധികം ആളുകൾ അത്തരത്തിൽ വളരെ ശക്തമായ തെരച്ചിലിന് തന്നെയായിരിക്കും ഈ ഘട്ടത്തിൽ മുന്നോട്ട് പോകുക. ഇപ്പോൾ നമുക്കൊപ്പം ഹരീഷ് ഉണ്ടായിരുന്നു. പക്ഷേ നമുക്കിപ്പോൾ ഈ ആർമി ഉദ്യോഗസ്ഥർ തന്നെ പറഞ്ഞത് അത്രയധികം ആളുകൾ ഈ പ്രദേശത്ത് ഈ ഘട്ടത്തിൽ പ്രവേശിക്കാനാവില്ല. അടുത്ത ഘട്ടത്തിൽ വേണമെങ്കിൽ നോക്കാം. അത്രയധികം ദുഷ്കരമായ ഒരു സാഹചര്യം വീണ്ടും ഉണ്ടാകാനുള്ള സാധ്യത. കാരണം ഇന്നലെ രാത്രിയും ഇന്ന് പുലർച്ചെയും അല്ലാതെ ശക്തമായ മഴയാണ് ഇവിടെ പെയ്തുകൊണ്ടിരിക്കുന്നത്. ആ മഴയിൽ ഒരു പക്ഷേ ഏത് തരത്തിലായിരിക്കും ഇത് എത്തുക എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയില്ല. നമുക്കറിയാം, നമ്മൾ നേരത്തെ പല ദൃശ്യങ്ങളിലുമൊക്കെ കണ്ടതുപോലെ തന്നെ ആ സ്കൂളാണ്. ആ സ്കൂളിൻ്റെ ഭാഗത്ത് നിന്ന് ഇനി മിച്ചമുള്ളത് ഈ തൂണുകളും അതിനോടൊപ്പമുള്ള കുറേ അധികം മനുഷ്യജീവനുകൾ, പൊലിഞ്ഞ മനുഷ്യജീവനുകളും മാത്രമാണ്. അത് കണ്ടെത്താനുള്ള നടപടികളാണ് ഇപ്പോൾ നടക്കുന്നത്. വലിയ കുത്തൊഴുക്ക് ഇപ്പോഴും ഈ പ്രദേശത്താകെ തന്നെയുണ്ട്. ബെയിലിപ്പാലം, സൈന്യത്തിൻ്റെ ബെയിലിപ്പാലം, നേരത്തെ നമ്മൾ ഹരീഷ് പറഞ്ഞതുപോലെ തന്നെ അതിന് എവിടെ നിന്ന് അത് തുടങ്ങിയെന്ന് അടക്കമുള്ള കാര്യമുണ്ട്. പ്രത്യേകിച്ച് 2ാം ലോക മഹായുദ്ധ കാലത്താണ് ബെയിലി പാലം എന്നൊരു നിർമ്മാണത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. ബ്രിട്ടീഷ് ആർക്കിടെക്റ്റായ സർ ഡൊണാൾഡ് ബെഞ്ചമിൻ ബെയിലിയാണ് ഈ ബെയിലി പാലം നിർമ്മിക്കുന്നത്. അവിടുന്ന് പിന്നീട് ഇങ്ങോട്ട് അത് വലിയ രീതിയിലുള്ള സഹായം ആ സമയത്ത് ബ്രിട്ടന് 2ാം ലോക മഹായുദ്ധ കാലത്തെ സഹായിക്കുകയൊക്കെ ചെയ്തു. അതിനുശേഷം ഇങ്ങോട്ട് ബെയിലി പാലം ഏറ്റവും ഒടുവിലായി നമുക്കറിയാം അസമിൽ നടന്ന ദുരന്തത്തിലാണ് ഏറ്റവും ഒടുവിലായി ബെയിലി പാലം നിർമ്മിച്ചത്. അന്ന് 82 അടി ബെയിലി പാലം നിർമ്മിക്കാൻ എടുത്തത് 3 ദിവസമായിരുന്നെങ്കിൽ ഇവിടെ ഇപ്പോൾ ഈ വയനാട്ടിൽ ഇന്നലെ സൈന്യം 36 മണിക്കൂർ കൊണ്ട് മാത്രമാണ് 36 മണിക്കൂർ എടുത്താണ് ബെയിലി പാലം നിർമ്മിച്ചത്. അത്രയധികം ചുരുങ്ങിയ സമയം കൊണ്ട് ഈ പാലം നിർമ്മാണം പൂർത്തിയാക്കി ഇതിൻ്റെ രക്ഷാദൗത്യത്തിന് വേഗത പകരാൻ സൈന്യത്തിന് കഴിയുന്നു. എല്ലാവരും ഒത്തൊരുമിച്ച് അഭിമാനത്തോടു കൂടി തന്നെ എത്തുന്ന ഒരു നിമിഷമെന്ന് നമുക്ക് പറയേണ്ടി വരും. പക്ഷേ ഈ ആശങ്കകൾ ഇപ്പോഴും നിലനിൽക്കുകയാണ്. പ്രത്യേകിച്ച് ഈ മഴ ഇനിയും തുടർന്നു കഴിഞ്ഞാൽ ഏത് തരത്തിലേക്ക് അത് ബാധിക്കും എന്നുള്ളത് ഇപ്പോഴും നമുക്ക് പറയാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല. ഏതായാലും ശക്തമായ ഒഴുക്ക് ഇപ്പോഴും ഈ പുഴയിലാകെ തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ
വലിയ രീതിയിലുള്ള ഒഴുക്ക് ഉള്ളതുകൊണ്ട് തന്നെ ഉരുൾപൊട്ടാനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. ഇനി നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നിരവധി മൃതദേഹങ്ങൾ കണ്ടുകിട്ടാനുണ്ട്. ഇതിൽ പോലും കണക്കുകളിൽ പോലും ഇപ്പോഴും അവ്യക്തത നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഹോം സ്റ്റേകൾ നിരവധിയായി ഉള്ളത് കൊണ്ട് തന്നെ സ്വാഭാവികമായും എത്രത്തോളം ആളുകൾ ഇവിടെ തങ്ങിയിരുന്നു എന്ന് കണ്ടെത്തുക പോലും സാധ്യമല്ല എന്നുള്ളതാണ് വ്യക്തമാക്കിയത്. അത്തരം നടപടികൾ കൂടി ഈ ഘട്ടത്തിൽ മുന്നോട്ട് പോകേണ്ടതുണ്ട്. പ്രത്യേകിച്ച് 291 മരണങ്ങളാണ് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇനി നിരവധി ആളുകൾ കണ്ടെത്താനുണ്ട്. അതിൽ തന്നെ ഈ ക്യാമ്പുകളിലുള്ളവർക്ക് പോലും തങ്ങളുടെ ബന്ധുക്കൾ എവിടെയാണെന്ന് അറിയില്ല. മാത്രമല്ല ഇതിൽ ഏറ്റവും പ്രതിസന്ധി നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതാണ്. 407 വീടുകൾ, അതായത് കെട്ടിടങ്ങൾ ഈ പ്രദേശത്താകത്തെ വീടുകളടക്കം കെട്ടിടങ്ങളുണ്ടായിരുന്നു. അതിൽ 100-ലധികം ഹോം സ്റ്റേകളാണ്. ഹോം സ്റ്റേകളിലേക്ക് ആരൊക്കെ എത്തി, ഏതൊക്കെ തരത്തിലുള്ള ക്രമീകരണങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു എന്നതൊക്കെ തന്നെ കണ്ടെത്തുക അസാധ്യമാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും DNA പരിശോധന, മൃതദേഹങ്ങളുടെ തിരിച്ചറിയലടക്കം DNA പരിശോധന അടക്കം നടത്തേണ്ടതുണ്ട്. സ്വാഭാവികമായും ഇപ്പോൾ പല സ്ഥലങ്ങളിലും കിട്ടുന്നത് ശരീരത്തിന്റെ ഭാഗങ്ങൾ മാത്രമാണ്. ആ ഭാഗങ്ങൾ കിട്ടുന്നതോടുകൂടി തന്നെ അതിന്റെ ബാക്കി. ശരി, പ്രശാന്തിലേക്ക് തിരികെ എത്താം. നമുക്കിനി ചാലിയാറിലും ഇന്ന് തെരച്ചിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ട് കൂടുതൽ വിവരങ്ങളുമായി അരവിന്ദനിലേക്ക് പോകേണ്ടതുണ്ട്. അരവിന്ദൻ, നമുക്കറിയാം ഈ ഒരു ദുരന്തത്തിന്റെ വ്യാപ്തി നമ്മൾ മനസ്സിലാക്കിയത് ഈ മൃതദേഹങ്ങൾ ചാലിയാർ പുഴ വരെ ഒഴുകിയെത്തി എന്നുള്ളപ്പോഴാണ്. ഇന്ന് അതുകൊണ്ട് തന്നെ ചാലിയാർ കേന്ദ്രീകരിച്ച് വ്യാപക തെരച്ചിലാണ് ഈ സൈന്യം അടക്കം ഉദ്ദേശിക്കുന്നത്. ചാലിയാറിൻ്റെ 40 കിലോമീറ്റർ പരിധിയിലുള്ള പുഴ ഭാഗങ്ങളിൽ തെരച്ചിൽ നടത്തുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് അനുസരിച്ചാണെങ്കിൽ കൂടുതൽ മുങ്ങൽ വിദഗ്ധർ എത്തുന്നു. കാരണം ഈ പുഴയുടെ ഉൾഭാഗങ്ങളിൽ, അടിഭാഗങ്ങളിൽ വശങ്ങളോട് ചേർന്ന് മരങ്ങൾ അടിഞ്ഞു ചേർന്നിട്ടുള്ള ഭാഗങ്ങളിൽ കൂടുതൽ മൃതദേഹങ്ങൾ വീണ്ടെടുക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത്തരത്തിലുള്ള തെരച്ചിലാണ് ഉദ്ദേശിക്കുന്നത് എന്നാണ്. എന്തൊക്കെയാണ് വിവരങ്ങൾ? ശ്രീജ, തീർച്ചയായും രാവിലെ തന്നെ തെരച്ചിലുള്ള സന്നാഹങ്ങളെല്ലാം ഒരുങ്ങിക്കഴിഞ്ഞു. അല്പസമയത്തിനകം തെരച്ചിൽ ആരംഭിക്കും. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പറഞ്ഞിരുന്ന പോലെ തന്നെ ചാലിയാറിലൂടെയാണ് വലിയ തോതിൽ മൃതദേഹങ്ങൾ ഒഴുകിയെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇത് കണക്കിലെടുത്താണ് ഇന്നലെ ഏതാണ്ട് 40 കിലോമീറ്റർ അപ്പുറത്തു നിന്നാണ്, ഒതായിക്കിൽ നിന്നാണ് ഒരു മൃതദേഹം കണ്ടത്. അതിനാൽ തന്നെ പുഴയിൽ വ്യാപകമായി തെരച്ചിൽ നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. 8 പോലീസ് സ്റ്റേഷൻ പരിധികളിലായിട്ടാണ് ഇത്തരം തെരച്ചിൽ നടത്തുക. 3 വിഭാഗങ്ങളായി തിരിച്ച് കാടിനോട് ചേർന്നുള്ള ഭാഗങ്ങളിൽ സൈന്യവും ആദിവാസികളും ഉൾപ്പെടുന്ന രക്ഷാപ്രവർത്തകരാണ് അവിടെ തെരച്ചിൽ നടത്തുക. വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ഇവരെ സഹായിക്കും. ഇവർ കാടിനോട് ചേർന്നുള്ള സ്ഥലങ്ങളും ഉൾക്കാടുകളിലും പുഴയുടെ തീരത്തോട് ചേർന്നുള്ള സ്ഥലങ്ങളിലുമാണ് തെരച്ചിൽ നടത്തുക. അവിടെ ഇത്തരത്തിൽ തെരച്ചിൽ നടക്കുമ്പോൾ താഴെ കോസ്റ്റ് ഗാർഡും പോലീസും പുഴയിൽ തെരച്ചിൽ നടത്തും. ഇങ്ങനെ പുഴയിൽ ഏതാണ്ട് 40 കിലോമീറ്റർ ചുറ്റളവിൽ ഇന്ന് തെരച്ചിൽ നടത്താനാണ് ഉദ്ദേശം. ഹെലികോപ്റ്ററുകളും സമാന്തരമായി പോലീസ് ഹെലികോപ്റ്റർ ഉപയോഗിച്ചും തെരച്ചിൽ നടത്തും. ഇത്തരത്തിൽ പുഴയിൽ വ്യാപകമായി തെരച്ചിൽ നടത്തി അവസാന ആളെയും കണ്ടെത്താനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. നമുക്കറിയാം, ചൂരൽമലയിൽ നിന്ന് ഏതാണ്ട് 40 കിലോമീറ്ററോളം ഒഴുകിയാണ് ഇന്നലെ ഒരു മൃതദേഹം കണ്ടെത്തിയത്. ഈ ചുറ്റളവിൽ മുഴുവൻ തിരച്ചിൽ നടത്തുക എന്നുള്ളത് വളരെ ശ്രമകരമായൊരു ദൗത്യമാണ്. എന്തായാലും അക്കാര്യം ഇന്നത്തോടു കൂടി പൂർത്തീകരിക്കാൻ സാധിക്കുമെന്നാണ് അധികൃതർ ശ്രമിക്കുന്നത്. കൂടാതെ ഉൾക്കാട്ടിൽ തമിഴ്നാടിനോട് ചേർന്നുള്ള പ്രദേശമുണ്ട്. ഏതാണ്ട് പോത്തുകലിൽ നിന്ന് 15 കിലോമീറ്റർ അകലെ തമിഴ്നാടിനോട് ചേർന്ന പ്രദേശമാണ് വനത്തിലുള്ളത്. ഈ ഭാഗത്തും വനപാലകരുടെ സഹായത്തോടെ, ആദിവാസികളുടെ സഹായത്തോടെ തിരച്ചിൽ നടത്തും. സൈന്യമാണ് ഈ ഭാഗത്ത് തിരച്ചിൽ നടത്തുക. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതുവരെ കിട്ടിയത് 172 മൃതശരീരങ്ങളാണ് നിലമ്പൂർ താലൂക്ക് ആശുപത്രിയിൽ ചാലിയാറിൽ നിന്ന് എത്തിച്ചത്. ഇതിൽ 153 പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി വയനാട്ടിലേക്ക് അയച്ചു. ബാക്കിയുള്ള മൃതദേഹങ്ങൾ ഇന്ന് രാവിലെ പോസ്റ്റ്മോർട്ടം നടത്തും. ഇതിൽ 59 പേരാണ് പൂർണ്ണമായുള്ള തോതിൽ മൃതദേഹങ്ങൾ കിട്ടിയത്. 34, 2 കുട്ടികൾ ഉൾപ്പെടെ 34 പുരുഷന്മാരുടെയും ഒരു പെൺകുട്ടി ഉൾപ്പെടെ 25 സ്ത്രീകളുടെയും തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിൽ ഒരു മൃതദേഹവും ആണ് കിട്ടിയത്. ബാക്കി 113 ശരീരഭാഗങ്ങളാണ് കിട്ടിയത്. എന്തായാലും പോസ്റ്റ്മോർട്ടം നടപടികൾ ഇത് ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞു. ഇനി ഇന്നലെ രാത്രിയോട് കിട്ടിയ മൃതദേഹങ്ങൾ മാത്രമേ പോസ്റ്റ്മോർട്ടം ചെയ്യാനുള്ളൂ. ഇങ്ങനെ കിട്ടിയ പോസ്റ്റ്മോർട്ടം ചെയ്ത മൃതദേഹങ്ങൾ വയനാട്ടിലേക്ക് മാറ്റുന്ന നടപടിയും ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. 140ഓളം മൃതദേഹങ്ങൾ ഇതുവരെ വയനാട്ടിലേക്ക് മാറ്റി കഴിഞ്ഞു. എന്തായാലും ഇന്നും തിരച്ചിൽ കാര്യമായി തന്നെ നടക്കും. ശ്രീജ. ശരി അരവിന്ദൻ, ചാലിയാർ കേന്ദ്രീകരിച്ചും ഇന്ന് വ്യാപക തെരച്ചിൽ നടത്തും. ചാലിയാറിന് 40 കിലോമീറ്റർ പരിധിയിലുള്ള പുഴ ഭാഗങ്ങളിലാണ് തെരച്ചിൽ നടത്തുക എന്ന് തന്നെയാണ് TK അരവിന്ദൻ റിപ്പോർട്ട് ചെയ്യുന്നത്. വീണ്ടും നമ്മൾ വിക്ടർ ജോസഫിലേക്ക് പോവുകയാണ്. വിക്ടർ, നമുക്കറിയാം ഇപ്പോൾ ഏകദേശം ഇന്നത്തെ തെരച്ചിൽ സംബന്ധിച്ചുള്ള ഏകദേശ വിവരങ്ങളൊക്കെ പ്രശാന്തും വിക്ടറും ഇതിനകം പങ്കുവച്ചു കഴിഞ്ഞു. ഇനി അറിയാനുള്ളത് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവരുടെ കാര്യമാണ്. അവർക്ക് മതിയായ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള എല്ലാ
എല്ലാ സൗകര്യങ്ങളും അവിടെ ലഭ്യമാകുന്നുണ്ടോ? എന്തൊക്കെയാണ് അത് സംബന്ധിച്ചുള്ളൊരു വിവരങ്ങൾ? ശ്രീജ, അതായത് ദുരിതാശ്വാസ ക്യാമ്പിൽ ആവശ്യമായിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും ജില്ലാ ഭരണകൂടം ഒരുക്കിയിട്ടുണ്ട്. അവർക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണം അത് കൃത്യമായി നൽകുന്നതിന് വേണ്ടിയിട്ട് ഉറപ്പുവരുത്തിയിട്ടുണ്ട്. സന്നദ്ധ സംഘടനകളും ഈ കാര്യത്തിൽ മുൻകൈ എടുത്ത് തന്നെ പോകുന്നുണ്ട്. അതോടൊപ്പം തന്നെ നല്ല തണുപ്പാണ് വയനാട്ടിൽ, കനത്ത മഴയുണ്ട്. അപ്പോൾ അവർക്ക് ആവശ്യമായ എല്ലാ സംഗതികളും, അതായത് വസ്ത്രം, ഭക്ഷണം, അതോടൊപ്പം തന്നെ ടൂത്ത് പേസ്റ്റ്, അത്തരത്തിൽ ബ്രഷ്, സോപ്പ്, എല്ലാ കാര്യങ്ങളിലും കൃത്യമായിട്ടുള്ളൊരു കണക്ക് അല്ലെങ്കിൽ കാര്യമായിട്ട് തന്നെ അവരത് കണക്കാക്കുന്നുണ്ട്. പക്ഷേ ഇതിലൊക്കെ സങ്കടകരമായൊരു കാര്യം എന്ന് പറയുന്നത് 92ഓളം ക്യാമ്പുകൾ ഇവിടെ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. ഈ 92 ക്യാമ്പുകൾ എന്ന് പറയുന്നത് മൊത്തം ക്യാമ്പായിട്ട് വലിയ സ്കൂളുകളോ അങ്ങനെ കേന്ദ്രീകരിച്ചിട്ടല്ല. ചില വീട്ടുകാർ, വലിയ വീടുള്ളവർ കുറേ പേരെയൊക്കെ അങ്ങോട്ടേക്ക് സ്വീകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കുറേ പേർ ബന്ധു വീടുകളിലേക്ക് പോയിട്ടുണ്ട്. പക്ഷേ ഈ ക്യാമ്പിലുള്ള ഒരു മാനസികാവസ്ഥ എന്ന് പറയുന്നത് നമുക്ക് വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാൻ സാധിക്കാത്തതാണ്. ഒരു കുടുംബത്തിൽ ഒരാൾ മാത്രമായി ഒട്ടുള്ള ബാക്കി എല്ലാവരും മരിച്ചുപോയൊരു സാഹചര്യം. അത് മാത്രമല്ല, പല ആൾക്കാർക്കും തങ്ങളുടെ ബന്ധുക്കൾ, അച്ഛനും അമ്മയും എവിടെയാണെന്ന് അറിയാതെ ഈ ക്യാമ്പുകളിലെല്ലാം പോയി പരിശോധിച്ച് അതോടൊപ്പം തന്നെ ഓരോ മൃതദേഹങ്ങളും ആശുപത്രിയിലേക്ക് കൊണ്ടുവരുമ്പോൾ അത് തങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട തങ്ങളുടെ കൂടപ്പിറപ്പുകളാണോ എന്ന് അന്വേഷിച്ചു പോകുന്ന ഒരവസ്ഥ, അത്തരത്തിൽ വളരെ ചങ്ക് പൊട്ടുന്ന അല്ലെങ്കിൽ നമ്മളെ കണ്ണ് നനയിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവർക്ക് ആവശ്യമായിട്ടുള്ള മരുന്നുകൾ അത് കൃത്യമായി തന്നെ നൽകുന്നുണ്ട്. പ്രത്യേകിച്ച് ഇവരുടെ മാനസിക ആഘാതം, സംഭവം നടന്നിട്ട് 4 ദിവസമായെന്ന് പറഞ്ഞാലും തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട നിരവധി ആളുകളുണ്ട്, ഓടി രക്ഷപ്പെട്ടവരുണ്ട്. ഈ ഓടി രക്ഷപ്പെട്ടപ്പോൾ കൈ പിടിച്ച് രക്ഷിക്കാൻ സാധിക്കാതെ ഒലിച്ചുപോയ കുടുംബാംഗങ്ങളുണ്ട്. അത്തരത്തിൽ ഉള്ളവർക്കൊക്കെ കൃത്യമായിട്ടുള്ള കൗൺസിലിംഗ് നൽകുന്നതിനുള്ള സൗകര്യങ്ങളും ആരോഗ്യവകുപ്പ് ഒരുക്കിയിട്ടുണ്ട്. അത് പെട്ടെന്ന് ഒരു നല്ല രീതിയിലുള്ള ജീവിതത്തിലേക്ക് തിരിച്ചു വരിക സാധ്യമായിട്ടുള്ള ഒരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നാൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ഇങ്ങോട്ടേക്ക് രക്ഷാപ്രവർത്തനത്തിന് ആളുകൾ വരുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ പുറകിൽ കാണുന്നത് അത് തമിഴ്നാട് സർക്കാർ കൊടുത്തുവിട്ടിട്ടുള്ള ഒരു വലിയ മണ്ണുമാന്തി യന്ത്രമാണ്. മാത്രമല്ല, തമിഴ്നാട് സർക്കാരിൻ്റെ ഫയർഫോഴ്സും 2 യൂണിറ്റ് ഫയർഫോഴ്സ് അല്പം മുമ്പ് ഇതിലൂടെ കടന്നു പോയിട്ടുണ്ട്. കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങോട് കൂടിയിട്ട് തന്നെയുള്ള തിരച്ചിൽ, അതായത് കേരളത്തിൽ വയനാട്ടിലുണ്ടായിട്ടുള്ള ഒരുപക്ഷെ രാജ്യം കണ്ടതിൽ ഏറ്റവും വലിയ ദുരന്തത്തിലേക്ക്, ഈ ദുരന്തത്തിൽ കൈത്താങ്ങാകാൻ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും, കർണാടകത്തിൽ നിന്നായാലും തമിഴ്നാട്ടിൽ നിന്നായാലും നിരവധി സഹായങ്ങൾ എത്തുന്നുണ്ട് എന്നുള്ളത് വളരെ വലിയ കാര്യമാണ്. ഏതാണ്ട് 16 ട്രക്ക് സാധനങ്ങൾ നിലവിൽ ജില്ലാ ഭരണകൂടം ഏറ്റുവാങ്ങിയിട്ടുണ്ട്. എന്താവശ്യമുണ്ടെങ്കിലും അത് അറിയിച്ചാൽ മതി എന്ന് പറഞ്ഞ നിരവധി സന്നദ്ധ സംഘടനകളുണ്ട്. ഇത്തരത്തിൽ ഈ ക്യാമ്പിൽ ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സഹായങ്ങളും നൽകുന്നുണ്ട്. മാത്രമല്ല, പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവർക്ക് കൃത്യമായ ഏറ്റവും നല്ല മികച്ച ചികിത്സ നൽകുന്നതിനുള്ള സൗകര്യങ്ങളും ജില്ലാ ഭരണകൂടം ഒരുക്കിയിട്ടുണ്ട്. അതിൽ പ്രധാനമാണ് ചില മികച്ച സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സ നൽകുന്നുണ്ട്. അവരുടെ തന്നെ ക്യാമ്പും ഈ സ്ഥലത്ത്, ഈ ഉരുൾപൊട്ടലുണ്ടായ സ്ഥലത്തുണ്ട്. കാരണം പ്രത്യേകിച്ച് പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ ലഭിക്കേണ്ട ഒരു പ്രാഥമിക ശുശ്രൂഷ കൊടുക്കേണ്ടതായിട്ടുള്ള സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ നമ്മൾ ആശങ്കപ്പെടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, വീണ്ടും മഴക്കാരിവിടെ അടിഞ്ഞുകൂടി വരുന്നുണ്ട്. ശക്തമായിട്ടുള്ളൊരു മഴയ്ക്കുള്ളൊരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. ആ ഒരു കാര്യത്തിലുള്ള ആശങ്ക ഒഴിച്ചു നിർത്തിയാൽ രക്ഷാപ്രവർത്തനവും അതോടൊപ്പം തന്നെ ക്യാമ്പുകളിലുള്ളവരുടെ കാര്യങ്ങളും എല്ലാം വളരെ ഭംഗിയായി തന്നെ നടക്കുന്നു എന്ന് വേണം നമുക്കിപ്പോൾ പറയാൻ. ശ്രീജ. ശരി വിക്ടർ, ഇനി വീണ്ടും പ്രശാന്തിലേക്ക് പോവുകയാണ്. പ്രശാന്ത്, നമ്മൾ ഇടയ്ക്ക് ദൃശ്യങ്ങളിൽ കണ്ടു പ്രശാന്ത് അടക്കമുള്ള നമ്മുടെ ക്യാമറാമാൻ അടക്കമുള്ള ഒരു സംഘം അങ്ങോട്ടേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന, ബെയിലി പാലം കടന്ന് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇത്തരത്തിൽ ഒത്തിരി സഹനപ്പെട്ട് തന്നെയാണ് രക്ഷാപ്രവർത്തനം അടക്കം, സൈന്യമടക്കം നടത്തുന്നത്. നമ്മുടെ അവിടെ ചുറ്റും കാണാൻ സാധിക്കുന്നത് എന്താണ്? ആ മേഖലകളിൽ തെരച്ചിൽ എപ്പോഴായിരിക്കും ആരംഭിക്കാൻ സാധിക്കുക? ഇതിനകം തെരച്ചിൽ തുടങ്ങിക്കഴിഞ്ഞോ?
പ്രശാന്തിനെ കേൾക്കാൻ സാധിക്കുന്നില്ല എന്ന് തോന്നുന്നു. എന്തായാലും നമ്മൾ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നതനുസരിച്ചാണെങ്കിൽ ഹിറ്റാച്ചി അടക്കമുള്ള മണ്ണുമാന്തി യന്ത്രങ്ങളൊക്കെ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് മുൻപ് ഏറെക്കുറെ വാഹനങ്ങൾ പോയിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. കാരണം ഇനി എത്ര ദൂരം അവർക്ക് പോകേണ്ടതുണ്ട് എന്നൊക്കെ അവർക്ക് മാത്രമേ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ സാധിക്കുകയുള്ളൂ. കാരണം ദൃശ്യങ്ങളിലൂടെ മാത്രമാണ് നമുക്ക് ഈ കുറച്ച് കാര്യങ്ങളൊക്കെ വ്യക്തമാകുന്നത്. ഇനി എത്ര ദൂരം പോകേണ്ടതുണ്ട്, എത്ര ദൂരം ചെന്നാലാണ് ഈ ദുരന്ത മുഖത്തേക്ക് എത്തിച്ചേരുക എന്നൊക്കെ അറിയേണ്ടതുണ്ട്. എന്തായാലും ഈ പുഞ്ചിരിമട്ടമാണെന്ന് തോന്നുന്നു നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. ആ ഭാഗത്തൊക്കെ തന്നെ വ്യാപക തിരച്ചിലാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടത്തിയത്. ഇന്നും ആ ഭാഗങ്ങളിലൊക്കെ തിരച്ചിൽ നടത്തുന്നുണ്ടോ? 6 മേഖലകളിലാണ് ഇന്നിപ്പോൾ തിരച്ചിൽ നടത്താൻ പോകുന്നത്. 40 സംഘങ്ങളായി തിരിഞ്ഞ ആ സംഘത്തിൽ സൈന്യമുണ്ട്, സന്നദ്ധ പ്രവർത്തകരുണ്ട്, വനംവകുപ്പ് ഉദ്യോഗസ്ഥരുണ്ട്. അങ്ങനെ ഒരു വലിയ സംഘം, കൃത്യമായ വിവരങ്ങൾ അറിയാൻ സാധിക്കുന്ന തരത്തിലുള്ള സംഘം ആണ് ഈ ഒരു തിരച്ചിലിനായി മുന്നിട്ടിറങ്ങുന്നത് എന്നുകൊണ്ട് തന്നെ ഇനിയും കണ്ടെത്താനുള്ളത് 240 പേരെയാണ്. പ്രശാന്തിലേക്ക് വീണ്ടും പോവുകയാണ്. പ്രശാന്ത്, ഞാനിപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഇനി എത്ര ദൂരം പോകണം എന്നുള്ള കാര്യം ഞങ്ങൾക്ക് വ്യക്തമല്ല. കാരണം റോഡ് ഇങ്ങനെ മുന്നോട്ട് കിടക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഇനിയും ഏറെ ദൂരം പോകാനുണ്ടോ? ഇതിനകം തന്നെ ഏറെ മുന്നേ രക്ഷാദൗത്യം അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടോ? രക്ഷാപ്രവർത്തനങ്ങൾ ഇതിനകം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ടോ? ഷിജ, ഇപ്പോൾ രക്ഷാപ്രവർത്തകർ NDRFിൻ്റെയും ഒപ്പം തന്നെ ഫയർഫോഴ്സിൻ്റെയും മറ്റ് കേന്ദ്ര സംവിധാനങ്ങളുടെ എല്ലാം തന്നെ ഭാഗമായിട്ടുള്ള പ്രവർത്തകർ അവിടേക്ക് പോയി തുടങ്ങിയിട്ടുണ്ട്. നമ്മളടക്കം ആ സ്ഥലത്തേക്കാണ് പോകുന്നത്. നമുക്ക് മനസ്സിലാക്കുന്നത് അനുസരിച്ചാണെങ്കിൽ 3 കിലോമീറ്ററിലധികം നടന്നാലാണ് ഈ മുണ്ടക്കൈ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തുക. അതിനുശേഷം പുഞ്ചരിമട്ടത്തേക്ക് എത്തണം. ഈ രണ്ടും പ്രധാനപ്പെട്ട സ്ഥലങ്ങളാണ്. ഈ 2 സ്ഥലങ്ങളിലേക്കാണ് നേരത്തെ രക്ഷാപ്രവർത്തകർക്ക് എത്താൻ ബുദ്ധിമുട്ടുണ്ടായിരുന്ന സ്ഥലങ്ങൾ. പക്ഷേ അവിടേക്ക് രക്ഷാപ്രവർത്തകർ ഏറെക്കുറെ ഇടയ്ക്ക് കുറച്ചെങ്കിലും എത്താൻ ശ്രമം നടത്തിയിരുന്നു. പക്ഷേ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം, അവിടേക്ക് ഈ ഹിറ്റാച്ചി അടക്കമുള്ള സംവിധാനങ്ങൾ എത്തിക്കുന്നതിനുള്ള പ്രശ്നങ്ങൾ നിലനിന്നത്. അതുകൊണ്ട് തന്നെയാണ് ബെയിലി പാലം നിർമ്മിച്ചുകൊണ്ട് സർവ്വസന്നാഹങ്ങളോടും കൂടിയുള്ള ഒരു നടപടി ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ 40 ടീമാണ് ഇപ്പോൾ ആദ്യഘട്ട തെരച്ചിലിനായി എത്തുന്നത്. ഇവർ 6 സോണുകളായാണ് തിരച്ചിൽ നടത്തുന്നത്. അത് പല സ്കൂളിൻ്റെ ഭാഗങ്ങളുണ്ട്. സ്കൂളിൻ്റെ ഭാഗത്തുനിന്നുള്ള തെരച്ചിൽ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. സ്കൂളിൻ്റെ അകത്തൊക്കെ കയറിയുള്ള പരിശോധനകളാണ് ഇപ്പോൾ ആ വിഭാഗം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ മറ്റ് സംവിധാനങ്ങളെല്ലാം തന്നെ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ മുണ്ടക്കൈ, അതുപോലെ തന്നെ പുഞ്ചരിമട്ടം അടക്കമുള്ള സ്ഥലങ്ങൾ സോണുകളായി തിരിച്ചുകൊണ്ടുള്ള സംവിധാനങ്ങളുണ്ട്. ഒപ്പം തന്നെ മറ്റ് GVHS അടക്കമുള്ള സ്ഥലങ്ങൾ, ഇങ്ങനെ ഓരോ പ്രദേശത്തുമുള്ള പരിശോധനകളാണ് ഇപ്പോൾ നടക്കുന്ന. 6 സോണുകളായി പരിശോധന പൂർത്തിയാകും. വളരെ വേഗത്തിൽ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകുക എന്നൊരു നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ പറ്റുന്നത് ആ പുഴ, അതായത് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഉരുൾപൊട്ടലിൻ്റെ ഒരു വശം എവിടേക്കാണ് എത്തിയതെന്ന് നമുക്ക് മനസ്സിലാകുന്ന ഒരു സ്ഥലമാണ്. പക്ഷേ ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് ഇപ്പോൾ ശ്രീജ അടക്കമുള്ള ആളുകൾക്ക് കാണാൻ പറ്റും, അത്രയേറെ പ്രകൃതി സൗന്ദര്യം കൊണ്ട് വലിയ രീതിയിൽ വിനോദസഞ്ചാരികളടക്കം ആകർഷിച്ചിരുന്ന ഒരു സ്ഥലമാണ്. പക്ഷേ അവിടെയാണ് ഈ മണ്ണിൽ കുറേ ജീവനുകൾ പൊലിഞ്ഞ് മണ്ണിൽ പുതഞ്ഞു കിടക്കുന്ന ഒരു അവസ്ഥയുള്ളത്. എത്ര പേരുണ്ട് എന്ന് നമുക്കിപ്പോഴും അറിയാനാവാത്ത ഹൃദയഭേദകമായ ഒരു അവസ്ഥ തന്നെയാണ് ഇപ്പോഴും വയനാട്ടിൽ കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഇങ്ങനെ പ്രകൃതി അനുഗ്രഹിച്ചു തന്നൊരു സ്ഥലത്ത് ഇത്രയധികം ദുരന്തങ്ങൾ കാത്തുവെച്ചിരുന്നു എന്നുള്ളത് കൂടി വളരെ കഷ്ടതയോടുകൂടി നമ്മൾ തിരിച്ചറിയേണ്ടി വരും. ഏതായാലും വലിയ രീതിയിലുള്ള ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ ഇനി ഈ ഘട്ടത്തിൽ ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത്, അതായത് മുണ്ടക്കയിലേക്ക് പോകുന്ന വഴിയിൽ നിലവിൽ മഴയില്ല, അന്തരീക്ഷം അനുകൂലമാണെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ആ ഘട്ടത്തിൽ സ്വാഭാവികമായും ഇനി ഏത് തരത്തിൽ കാലാവസ്ഥ അനുകൂലമാകുന്നില്ലെങ്കിൽ മാത്രമാണ് ഈ ഘട്ടത്തിൽ പ്രതിസന്ധി ഉണ്ടാവുക. പക്ഷേ മറ്റ് സ്ഥലങ്ങളിൽ സമാനമായ രീതിയിൽ നേരത്തെ വിക്ടർ സൂചിപ്പിച്ച പോലെ തന്നെ മഴ പെയ്യാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ ഈ പ്രദേശങ്ങളിലേക്ക് രക്ഷാപ്രവർത്തകരും ഒപ്പം തന്നെ മറ്റ് സംവിധാനങ്ങളുടെ ഭാഗമായുള്ള ആളുകളും നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം 1 മണിക്കൂറോളം തന്നെ നമ്മൾ ആ പ്രദേശത്തേക്ക് എത്തും. അതിനുശേഷം ഈ രക്ഷാപ്രവർത്തനം സംബന്ധിച്ച് പ്രശാന്ത് വ്യക്തമാണ്. കാരണം പ്രശാന്തിന് ഏറെ ദൂരം ഇനിയും നടന്ന് മുന്നോട്ട് പോകാനുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സംസാരിച്ചുകൊണ്ടുള്ള യാത്ര ബുദ്ധിമുട്ടാണ് എന്ന് മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ ഇടപെടുകയാണ്.